ഗൈസ് ദേ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കകത്ത് ഒരുമോ കുറേ പുഴു കയറി, അത് കുറേ കരിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ആ വെണ്ട നമ്മൾ പിഴുത് മാറ്റാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനകത്തുള്ള അത്യാവശ്യം നല്ല വെണ്ടയ്ക്കയെല്ലാം ചെത്തിയെടുക്കാൻ പോവാം. ഗൈസ് ദേ കണ്ടോ, വരൂ കണ്ടോ, ഇതല്ല ഇത് വന്ന് ചെത്തിക്കേ വന്നേ, തീ വെണ്ടയ്ക്ക എത്തിക്കേ. ഇതും നല്ല ഇതും ചെത്തിയെടുത്തേ. രണ്ടു കിലോ കാണി വന്നപ്പോ എന്തേ പനി, ഇന്നലെ രാത്രി മൂക്കടച്ചിട്ടൊക്കെ വർത്താനം പറയാൻ വയ്യായിരുന്നു. കപ്പ സെറ്റായിടുന്നുണ്ട്. ചീര കണ്ടോ, ചീര കൊടുത്ത് ഗൈസ് ഈ വെണ്ടയെല്ലാം പറിച്ച് കളയുവാണ്. മൊത്തം ഇത് പോയി, മൊത്തം പുഴുവായി. ഇവിടെ വേറെ നടാനായിട്ടുള്ള പരിപാടിയിലാണ്. ഇവിടുത്തെ കുറച്ച് കളഞ്ഞതേ കണ്ടോ. ഗൈസ് അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് വെണ്ടയെല്ലാം കുറേ പറിച്ച് കളഞ്ഞു കേട്ടോ. അത് കാണിച്ചു തരാം. മൊത്തത്തിൽ കളഞ്ഞില്ല, ഒരു ലൈനിൽ നിന്ന് മൊത്തം ഇത് ഇവിടം തൊട്ട് അവിടം വരെയുള്ള മൊത്തം കളഞ്ഞതേ അല്ല, നമ്മളിത് പറിച്ചുകൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് മൊത്തം പുഴുവായി. പിന്നെ കുറേയൊക്കെ കരിഞ്ഞായിരുന്നു, മൊത്തം കളഞ്ഞത്. അത്യാവശ്യം നിപ്പുണ്ട്, നമുക്ക് വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യം ഇവിടെ നിപ്പുണ്ട്. വെണ്ട ഇപ്പം നിപ്പുണ്ട്, ഇതുണ്ടോ ഇവിടെ നിപ്പുണ്ട്. പിന്നെ ഇപ്പം ബാക്കി ഇടണം, ബാക്കി ഇട്ടൊന്ന് സെറ്റാക്കിയാലേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്തം പുഴു കയറിയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനും പിന്നെ കൊടുക്കാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു. കാരണം നമ്മളിനി ഒന്നുകൂടെ അടുത്ത ദിവസം ഇവിടെ ഒന്നുകൂടെ ഒന്ന് കിളച്ചൊന്ന് റെഡിയാക്കിയിട്ട് അത്യാവശ്യം വളമൊക്കെ ഇട്ട് ചാണകമൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ വെണ്ട ഇടാനായിട്ട് പോകണം. വെണ്ട മാത്രമല്ല, വേറെ പച്ചമുളകോ തക്കാളി എന്തെങ്കിലും കൂടെ മാറ്റിയിടണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.